2 വട്ടം വീഡിയോ എടുത്തതിന് ശേഷം, വീഡിയോ എടുത്ത് ശരിയാകാത്തതിന് ശേഷം നമ്മൾ ഗോപ്രോയിൽ സെറ്റിങ്സൊക്കെ മാറ്റിയെടുക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ എങ്കിലും കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. കാക്കനാട് വാട്ടർ മെട്രോയുടെ സ്റ്റേഷനെത്തിയിരിക്കുകയാണ്. അപ്പോൾ ലഡാക്ക് പോകാനുള്ള പ്ലാൻ പ്രകാരം നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിയെ മണാലിയിലോട്ട് കയറ്റി വിടാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ സാധാരണ പോലെ ട്രെയിനിൽ കയറ്റി വിട്ട് ചണ്ഡീഗഡിൽ നിന്ന് റൈഡ് ചെയ്ത് പോകുന്നതിന് പകരം നേരെ അങ്ങോട്ട് മണാലിയിലോട്ട് വണ്ടി കയറ്റി വിടാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അതായത് അന്വേഷിച്ചപ്പോൾ സേഫ് എക്സ്പ്രസ് വഴി ഇച്ചിരി നല്ലതാണെന്ന് കിട്ടും. സേഫ് എക്സ്പ്രസ് വഴി നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണാലി വരെ അയക്കാം. മറ്റേതാകുമ്പോൾ ചണ്ഡീഗഡ് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഓടിച്ചു പോകണം. അവിടെ നിന്ന് മണാലി വരെ, അതായത് ചണ്ഡീഗഡ് ടു മണാലി വരെ അത്ര നല്ലൊരു റൈഡൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ മണാലി കാറിന് പോയപ്പം അതത്ര വലിയൊരു റൈഡായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കുറച്ച് സമയം എടുക്കും. നമുക്കത്രയും സമയമില്ലല്ലോ. സമയമില്ലെന്ന് പറഞ്ഞാൽ ലീവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വണ്ടി സേഫ് എക്സ്പ്രസ് വഴി മണാലിയിലോട്ട് അയക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സേഫ് എക്സ്പ്രസിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോൾ 7500 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പുള്ളി അത്രയും രൂപ പറഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്കിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും. 1000 രൂപ പാക്കിംഗ് ഫീ ഉണ്ട്. പിന്നെ നമ്മുടെ RC ബുക്കിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത് 2 കൊണ്ടുപോകണം. ഇൻഷുറൻസിൻ്റെ കോപ്പി പറഞ്ഞില്ല, പക്ഷേ ഞാൻ ഇൻഷുറൻസിൻ്റെ കോപ്പി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഐറ്റമായിട്ട് ഇന്ന് വണ്ടി കയറ്റി അയക്കാനുള്ള പ്ലാനിൽ നമ്മൾ പോവുകയാണ്. കളമശ്ശേരിയാണ് സേഫ് എക്സ്പ്രസിൻ്റെ വെയർ ഹൗസ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ മുമ്പ് ഒരു ദിവസം പോയി അന്വേഷിച്ചായിരുന്നു. അന്ന് അവിടെ ശരത് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ഒരു നല്ല പുള്ളിയായിരുന്നു. പുള്ളി അടിപൊളി പോസിറ്റീവ് വൈബായിരുന്നു. ഞാനിപ്പം വിളിച്ച് വെച്ചേ ഉള്ളൂ. പുള്ളി അങ്കമാലി എങ്ങാനും ഒരു പിക്കപ്പിന് പോയിരിക്കുകയാണ്, ഞാനുള്ളപ്പോൾ വന്നോ, അപ്പോൾ എല്ലാം സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പുള്ളി ആദ്യം തന്നെ അയക്കാമെന്നൊക്കെ പറഞ്ഞാൽ അയക്കാം, സെറ്റാണ്. റൈഡിങ് ഗിയേഴ്സൊക്കെ വേണം, നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയക്കാമെന്നൊക്കെ പറഞ്ഞു. പുള്ളി എല്ലാം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഒന്നും നോ പറഞ്ഞില്ല ആക്ച്വലി. അപ്പോൾ പുള്ളിയെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാനും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഞാൻ ആൾക്കാരെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പുള്ളി അവിടെ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ പുള്ളി ഓക്കെ ആണെങ്കിൽ ചുമ്മാ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ ആദ്യത്തെ പണി എന്ന രീതിയിൽ മോനൂസിനെ കയറ്റി അയക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാക്കനാട് സെസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ വഴി ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടെ നിന്ന് ചാടി എങ്ങനെയെങ്കിലും കളമശ്ശേരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയും. വണ്ടി ഞാൻ ഏകദേശം സർവീസൊക്കെ ചെയ്ത് സെറ്റാക്കി വിൻഷീൽഡൊക്കെ വെച്ചു. ആക്ച്വലി ഇത് നമ്മളെ നോർമൽ വിൻഷീൽഡാണ്, അതിന് ഫിലിം ഒട്ടിച്ചതാണ്. ഞാൻ വിൻഷീൽഡ് വെക്കാൻ വേണ്ടിയിട്ട്, ഫോഗ്ഡ് ആയിട്ടുള്ള വിൻഷീൽഡ് വെക്കാൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചായിരുന്നു. പക്ഷെ അതിന് 3500 രൂപ എന്നൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അത് അവൈലബിളും അല്ല. ഭയങ്കര വെയിറ്റിംഗ് ടൈമൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലെ ഫിലിം അടിച്ചുകൊണ്ടൊരു പുള്ളി പോന്നു. ഞാൻ പെട്രോൾ പമ്പ് കയറിയപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവം, ചേട്ടൻ എന്താ ചെയ്തേക്കുന്നത്? പുള്ളി പറഞ്ഞു, നീ അത് പുതിയ വിൻഷീൽഡൊന്നും വാങ്ങുന്നതിന് പകരം നമ്മളെ സ്റ്റോക്ക് വിൻഷീൽഡ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഫിലിം ഒട്ടിച്ചാൽ മതി, ഒക്കെ അതുപോലെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഇത് ആക്ച്വലി കാണാൻ എൻ്റെ ഒരാഗ്രഹത്തിലിരിക്കുന്ന പോലെ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഞാനത് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വർണ്ണ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട്, അന്ന് തന്നെ വാങ്ങിച്ചു. സൗത്തിൻ്റെ അവിടെയുള്ള ജെനുവിൻ പാർട്സ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് നേരെ ചെന്ന് കലൂർ അവിടെ ചെന്ന് ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ വർണ്ണ സ്റ്റിക്കേഴ്സ് കണ്ടു. അവിടെ ചെന്ന് അവിടുത്തെ ടീംസിനോട് പറഞ്ഞപ്പോൾ അവരത് പുഷ്പം പോലെ ഒട്ടിച്ച് അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്.
അങ്ങനെയാണ് വണ്ടി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വിൻഷീൽഡൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ സാനയുടെ ഒരു ക്രാഷ് ഗാർഡ് വാങ്ങിച്ചു. സാനയുടെ തന്നെ ഒരു സാഡിൽ സ്റ്റേ വാങ്ങിച്ചു. ഞാൻ എൻ്റെ വണ്ടി ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നു. ഞാൻ ട്രിപ്പ് വന്നപ്പോൾ അത്ര വലിയ ലഗേജൊന്നും കൊണ്ടുപോകാറില്ല. ടൈലിൽ ജസ്റ്റ് ടൈ ചെയ്തിട്ടാണ് പോകാറ്. ഇത് വലിയ ട്രിപ്പായതുകൊണ്ട് പിന്നെ അവിടെ ചെന്ന് വീഴും മറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. സനയുടെയാണ്. ഞാൻ പണ്ട് ഒക്കെ നോക്കുമ്പോൾ സനയുടെ എന്ന് പറഞ്ഞുകൊണ്ട് സന എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. പണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സന എന്ന് കേട്ടുകൊണ്ട് സനയുടേത് വാങ്ങിച്ചു. അങ്ങനെ ഒരു സാഡിൽ സ്റ്റേയും വാങ്ങിച്ചു. അങ്ങനെ ആ രണ്ട് സാധനം സാഡിൽ സ്റ്റേ ഞാൻ തന്നെ ഫിറ്റ് ചെയ്തു. ക്രാഷ് ഗാർഡിൻ്റെ ബോൾട്ടിന് പറ്റിയ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എസ് എൻ ജംഗ്ഷനിലൊരു കടയുണ്ട്. അവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ സർവീസൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടന്മാരുണ്ട്. എസ് എൻ ജംഗ്ഷൻ മെട്രോയുടെ നേരെ അടി. അവിടെ ചെന്ന് പുള്ളിയെ കാണിച്ചു. പുള്ളി ഓക്കെ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ചെന്നിരുന്ന അടുത്ത എല്ലായിടത്തും ഈ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ എല്ലാവരും പോസിറ്റീവായി. ചെന്ന ഉടൻ തന്നെ ചേട്ടൻ പറഞ്ഞു ഓക്കെ വണ്ടി കയറ്റും, സാധനം സെറ്റ് ചെയ്ത് തരാം. പുള്ളിയെ കൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് ഫോഗ് ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. ആ ഫോഗ് ലൈറ്റും ഞാൻ സെറ്റ് ചെയ്ത് പുള്ളിയെ കൊണ്ട് തന്നെ. ഒരു ഫോഗ് ലൈറ്റ്, പിന്നെ ഒരു ക്രാഷ് ഗാർഡ്, പിന്നെ ഒരു സാഡിൽ സ്റ്റേ, പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചായിരുന്നു. ഇതാണ് അതിൻ്റെ സാധനം. സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇവിടെയാണ് വരിക. അത് പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം വണ്ടിയുടെ കൂടെ അത് വിടുന്നില്ല. ആക്ച്വലി ഒരു വയർലെസ് ചാർജിങ്, പിന്നെ വയർഡും ചാർജിങ്ങുള്ള ഒരു സെറ്റപ്പ് ബോബോയുടെ ഒരു ഐറ്റമാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ഐറ്റമാണ് ഞാൻ വണ്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഏകദേശം ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടോയെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ വല്ലതും വേണമെന്ന് തോന്നുക. തൽക്കാലത്തേക്ക് എല്ലാം സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കളമശ്ശേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ലഗേജ്, ഇതിൻ്റെ കൂടെയുള്ള എൻ്റെ റൈഡിങ് ഗിയേഴ്സ് 2 ജാക്കറ്റുണ്ട്, ഒരു റൈനോക്സിൻ്റെ പാൻറ്റുണ്ട്, പിന്നെ കുറച്ച് ഗ്ലൗസ് ഉണ്ട്, പിന്നെ 2 റെയിൻ കോട്ട്, പിന്നെ ഒരു ക്ലച്ച് വയർ ഞാൻ വാങ്ങിച്ചു, ഒരു ആക്സിലേഷൻ വയർ വാങ്ങിച്ചു, ആക്സിലേഷൻ കേബിൾ. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതെല്ലാം നൈസായിട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് വിട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുവന്ന് ഫോട്ടോ വരും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നൈസായിട്ട് കെട്ടിവെച്ച് വിടാം. ഈ വിൻഷീൻ പിന്നെ ഈ ഹെൽമെറ്റും കൂടെ ഇതിൻ്റെ കൂടെ വിടണം. ഇതൊക്കെ ഓക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരമാണ് നമ്മൾ വെച്ചടിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല വ്യൂ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലാനിൻ്റെ ഭാഗമായി വാങ്ങിച്ച ഗോപ്രോയിൽ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ട്രിപ്പിൽ ഇല്ലാതിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ആക്ച്വലി ഗോപ്രോ. അവസാനമാണ് ആക്ച്വലി ഒരു 10 days മുമ്പാണ് ഞാൻ ഗോപ്രോ വാങ്ങിച്ചത്. നമ്മൾ എന്തായാലും പോവല്ലേ, പോകുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ഫോൾഡറിലുണ്ടാകുന്നപ്പോൾ ആ ഫോൾഡർ തുറന്നിട്ടിടക്ക് നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാമല്ലേ. എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ട്രിപ്പ് ഇതിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെയുള്ളൊരു മൂഡിൽ പെട്ടെന്നുണ്ടായ ഒരു അഭിനിവേശത്തിൽ വായിച്ചതാണ്. ഇനിയിപ്പം കുറച്ച് ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഭയങ്കര വലിയ വീഡിയോസൊന്നും എടുക്കണമെന്നില്ല. അത്യാവശ്യം നമ്മൾ പോയതും കണ്ടതുമായ സാധനങ്ങൾ നമ്മൾ പിന്നെയും ഒരു ദിവസം രാവിലെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ടി വിയിൽ ഇരുന്ന് പ്ലേ ചെയ്തിട്ട് ഹായ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആകെയുള്ളൊരു പ്ലാൻ ഞങ്ങൾ ട്രെയിനിൻ്റെ പ്ലാനായിരുന്നു. അത് മാറ്റി സേഫ് എക്സ്പ്രസ്സിലോട്ടാക്കി. അതും ഈസി തന്നെയാണ്. അവരെ വിളിച്ചു പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും.
അവിടെ ചെന്ന് അയച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. സേഫ് എക്സ്പ്രസ് വഴിയാണ് എൻ്റെ ഫ്രണ്ട് സാധാരണ വണ്ടിയൊക്കെ അയക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബോണസിനെ അയക്കുന്നത്. ഇതുവരെ ഗോവ വരെ പോയിട്ടുണ്ട് ഞാൻ ഒരു വണ്ടി ഓടിച്ചിട്ട്, ബാംഗ്ലൂർ, ഗോവ, കാലിക്കറ്റ്. പിന്നെ ഒരിക്കൽ കൊച്ചി, കൊടൈക്കനാൽ, ധനുഷ്കോടി. ഇതാണ് ഞാൻ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 2 ട്രിപ്സ്. പിന്നെ ബാക്കി എപ്പോഴുള്ള വേട്ടമൃഗം മൂന്നാറിനെ ഒരു 10 വട്ടം എങ്ങാനും പോയി കാണും. പിന്നെ കൂർഗി പോയിട്ടുണ്ട് ഒരിക്കൽ. അങ്ങനെയൊക്കെയാണ് എൻ്റെ. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് ടഫസ്റ്റ് ട്രാക്ക് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഉറുമ്പിക്കര ചെന്ന് കയറിയായിരുന്നു ഒരു ദിവസം. വീണ് പദം വന്നു എന്നല്ലാതെ കൊള്ളായിരുന്നു. ഞങ്ങൾ 3 പേരാണ് കയറി. ആദ്യമായിട്ടാണ് 3 പേര് ഓഫ് റോഡ് എടുത്തു. നല്ല പണിയായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുള്ളൊരു ചെറിയ എക്സ്പീരിയൻസ്, അതൊന്നും ഒരു വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതൊക്കെ ചെയ്ത് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ആകും. അത്രയും സമയമില്ല ഇത് വെച്ചുകൊണ്ട് ഓടാം. അങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസും വെച്ചാണ് നമ്മൾ ലഡാക്ക് കീഴടക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 15 ദിവസത്തെ പ്ലാനാണ്. നമ്മൾ ജൂൺ 14, 2024 ജൂൺ 14 പോകാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ജൂലൈ 30 തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെയുള്ള ഏകദേശം നോർമലി എല്ലാവരും പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലേ സിറ്റി, ലേയിൽ അവിടെയൊക്കെ കറങ്ങണം. പിന്നെ പാങ്കോങ് ലേക്ക്, ഉംലിംഗ്ല പാസ്, അർദുംഗ്ല പാസ്, പിന്നെ തുർത്തക്ക് വില്ലേജ്, നുബ്ര വാലി, ഇവിടേക്കാണ് എല്ലാവരും പോകുന്നത്. നമ്മളും അവിടെയൊക്കെ ചെന്ന് നോക്കുക എന്താ അവസ്ഥ. കാണാനൊക്കെ ഭംഗിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും നടന്നില്ലെങ്കിൽ അത് പിന്നെ നടക്കില്ല എന്നൊരു ഉൾവിളി എനിക്കുണ്ടായി. ഒരു ദിവസം ഞാൻ ചുമ്മാ ഇരുന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വർഷം നടന്നില്ലേ പിന്നെ നടക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും എൻ്റെ വൈഫിനെയും കുട്ടിയും അങ്ങോട്ട് വിടാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്പം ജോയിൻ ചെയ്തു. കുറേ തെണ്ടികളായ അവന്മാരെ ഞാൻ വിളിച്ചായിരുന്നു, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. കുറേ അവന്മാർ ഇപ്പം ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. എല്ലാവരും വന്നിട്ട് സെറ്റായിട്ട് പോയായിരുന്നു. പിന്നെയും നമുക്ക് പോകാൻ പറ്റാത്തൊരു വലിയ യാത്രയാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് ഈസ് ടഫ്. പ്ലാൻ ചെയ്യാനും റൈഡ് ചെയ്യാനും ടഫാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ലീവൊക്കെ കിട്ടാത്തതുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ 4 പേര്, ഇപ്പം ഞാനും വൈഫും എൻ്റെ 2 ഫ്രണ്ട്സും സെറ്റാണ്. അവരെ പോവാമെന്ന് വിചാരിക്കുന്നു. വളയ്ക്കേ വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് അറിയില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, നമ്മൾ സുഖമായിട്ട് പോയായിരുന്നു. പിന്നെ നമ്മളുടെ പ്ലാനിൽ ആഡ് ഓൺ പ്ലാൻ എന്ന് പറഞ്ഞ രീതികൾ സ്പിറ്റി കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്പിറ്റി ഒക്കെ പോയിട്ട് വരാമെന്നുള്ള എൻ്റെ പ്ലാൻ കേട്ടപ്പോൾ പല ആൾക്കാരും ചെല്ലുന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. മാപ്പിലിട്ടൊക്കെ കാണിക്കുന്നതിന് ഭയങ്കര സിമ്പിളാണ്. മാപ്പിലുള്ളത് പോലെ ആയിരിക്കില്ല എന്നാണ്. മാപ്പിലുള്ളത് പോലെ അല്ല എന്നുള്ളതാണ് തന്നെയാണ് സത്യം. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ ആ ടറൈനിൽ വണ്ടി ഓടിച്ചിട്ട് എത്ര സ്പീഡ് പോകാൻ പറ്റും, എവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെ അറിയുള്ളൂ. അതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം. നല്ല ഓക്കെ ആണെങ്കിൽ നമ്മളെല്ലായിടത്തും പോയി എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്കുള്ള റോഡ് പണ്ടൊക്കെ നല്ല കുറച്ചൊക്കെ സ്പീഡിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മുടെ കണ്ടെയ്നർ റോഡിൽ പോയിട്ട് ഞായറാഴ്ച തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുമായിരുന്നു. സ്പീഡിലൊന്നും പോകത്തില്ല, എന്നാലും
വണ്ടി ഓടിക്കാൻ മനോഹരമായിട്ടുള്ള ഇവിടെയുള്ള റോഡുകൾ, തിരക്ക് കുറഞ്ഞ റോഡുകൾ ഇതൊക്കെയായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ വൻ തിരക്കാണ്. സ്കൂളൊക്കെ വിട്ടപ്പോൾ ഭയങ്കര തിരക്കായി മാറിയിട്ടുണ്ട്. എൻ്റെ വണ്ടി ഇന്നലെ എൻ്റെ വണ്ടിയെ ഞങ്ങൾ അയക്കാനുള്ള പ്ലാനായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇന്നലെ രാത്രി 2:30 നമ്മുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ റയൽ മാഡ്രിഡ് ജയിച്ച് അതിൻ്റെ ആഹ്ലാദത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വണ്ടി എത്ര ഓടിച്ചിട്ടും വണ്ടിയുടെ ഓഡോമീറ്റർ ചലിക്കുന്നില്ല, വണ്ടിയുടെ സ്പീഡ് കാണിക്കുന്നില്ല, കിലോമീറ്റർ മാറുന്നില്ല. നോക്കുമ്പോൾ ഓഡോമീറ്ററിൻ്റെ ഒരു കേബിള് ആ സെൻസറിൽ നിന്ന് നേരെ അടുത്തോട്ട് കൺസോളിലോട്ട് വരുന്ന ഒരു കേബിളുണ്ട്, ഒരു കേബിൾ കട്ടായി കിടക്കും. അങ്ങനെ അതൊരു വള്ളിയായി. അല്ലെങ്കിൽ ഇന്നലെ അയക്കേണ്ടതായിരുന്നു വണ്ടി. അപ്പോൾ അതും എടുത്തുകൊണ്ട് രാവിലെ വൈറ്റിലെ റോയൽ എൻഫീൽഡിൽ ചെന്നു. അവന്മാർ അവിടെ നിന്ന് അത് ശരിയാക്കി. പിന്നെ ഞാൻ തന്നെ വിൻഷീൽഡ് വെച്ചുകൊണ്ട് വിൻഷീൽഡിന് ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന്മാരുടെ ഒരു കൈപ്പുണ്യം വന്നാലല്ലേ എല്ലാവരും ശരിയാവും. അതുകൊണ്ട് അവന്മാരെ കൊണ്ട് ആ വിൻഷീൽഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആണെന്ന് തോന്നുന്നു. വലിയൊരു വൈബ്രേഷൻ ഇല്ലെന്ന് തോന്നുന്നു. വൈബ്രേഷൻ എന്തായാലും ചെറിയൊരു വൈബ്രേഷൻ നമ്മളെ മുന്നിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര കാലം ഇല്ലാതായിരുന്നു ഓടിച്ച്. കുറേ കാലമായിട്ട് ക്രൗൺലെസ് ആയിരുന്നു നമ്മളെ വണ്ടി. ഇപ്പോഴാണ് ക്രൗണൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം 2 വട്ടം വീഡിയോ എടുത്തായിരുന്നു. ഇതൊക്കെ എടുക്കാനുള്ള കഷ്ടപ്പാട് നമ്മൾ എത്രയാണെന്ന് അപ്പം തന്നെ എനിക്കങ്ങോട്ട് മനസ്സിലായി. ആദ്യം എടുത്തത് ഹൈപ്പറിലാത്തിലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അല്ല, എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ ഹൈപ്പർലാപ്സിലായിരുന്നു. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ അതിൻ്റെ അകത്ത് പറ്റില്ലല്ലോ. എല്ലാം ഫാസ്റ്റ് മൂവിങ് പോലെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത് ലീനിയർ ഇട്ടെടുത്ത പലതും ഞാൻ കാണിക്കുന്നതൊന്നും വീഡിയോയിൽ ക്യാപ്ചറാകുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ വൈഡിലിട്ടിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോഴൊരു വിധത്തിൽ കിട്ടുമെന്ന് വിചാരിക്കും. പിന്നെ ഞാനിത് ചെസ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട് ഇനി ഹെൽമെറ്റിൽ ഗോപ്രോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂളുണ്ടല്ലോ. ഇനി കഷ്ടകാലത്തിന് നമ്മൾ വരുമ്പോൾ നമ്മൾ പിടിച്ച 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ തൽക്കാലം ഖജനാവിലോട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഗോപ്രോയുടെ കുറച്ച് ആക്സസറീസ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ അകത്തൊരു ചെസ്റ്റ് മൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചെസ്റ്റ് മൗണ്ട് സെറ്റ് ചെയ്തു. ചെസ്റ്റ് മൗണ്ടിലാണ് ഈ വ്യൂ ഒക്കെ കാണുന്നത്. ഇനി ചിന്നിലൊന്ന് മൗണ്ട് ചെയ്തിട്ട് എന്താ വ്യൂ എന്നൊന്ന് നോക്കാം. ഇതാണ് ആ റോഡ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് കളമശ്ശേരി അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ റോഡ് നേരെ വരിക. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നമ്മൾ റൈറ്റിലോട്ട് എടുക്കുക. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടിയിലാണ്, മാപ്പിലുണ്ട്. മാപ്സ് നോക്കി സേഫ് എക്സ്പ്രസ് കണ്ടോ, അടിയിൽ വളരെ ദൂരെയായിരിക്കും. ഇവിടെ ഇതിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് സേഫ് എക്സ്പ്രസിൻ്റെ വെയർ ഹൗസ്. സേഫ് എക്സ്പ്രസിൻ്റെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കിതൊരു സൈഡിൽ പോയി പാർക്ക് ചെയ്യാൻ ആദ്യം ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമെന്ന് വിചാരിക്കും. ഇതാണ് നമ്മൾ ചിന്മ വണ്ടി ചെയ്താലുള്ള അവസ്ഥ. എൻ്റെ ഇപ്പോൾ ഓറിയൻറ്റേഷൻ നോക്കില്ല. ഇപ്പം ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇതിൻ്റെ ലഗേജൊക്കെ അഴിച്ച് വണ്ടി അയക്കണം. ഇപ്പോൾ സനയുടെ ഒരു സാഡിൽ സ്റ്റേ ഉണ്ട്, സനയുടെ ഒരു ക്രാഷ് ഗാർഡുണ്ട്, പിന്നെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റിൽ ഞാൻ 2 കാർബോർഡ് വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. MVD പിടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ. തൽക്കാലം ഉപയോഗിക്കുന്നില്ല സാർ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി, ട്രിപ്പ് പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വയർലെസ്
ചാർജിങ്ങിൻ്റെ അത് വെച്ചിട്ടില്ല. അങ്ങനെ സഹാറയുടെ 2 സീറ്റ് കവർ വാങ്ങിച്ചായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനമൊക്കെ ഇതിൻ്റെ അകത്താണ്. ഞാൻ പോയിട്ട് ശരത്ത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് ഇവിടെയുള്ള ഡിക്ലറേഷൻ ഫോം. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇവിടെ കൊടുക്കണം. യെസ്, അഡ്രസ് കൊടുക്കണം. ഇതാണ് ശരത്ത്. ശരത്തെ മുഖം കാണിക്കുക. ഇതാണ് ശരത്ത്. കൊച്ചി വഴി അയക്കാനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരിക, ശരത്തിനെ വിളിക്കുക. ശരത്തെ എല്ലാം സെറ്റ് ചെയ്ത് തരും. എല്ലാം സെറ്റ് ചെയ്യും. പറഞ്ഞു കേട്ടില്ലേ, എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരാൾ മതി നമുക്കെല്ലാം ചെയ്യാൻ. ഈ സാധനം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊണ്ടുവരണം. പിന്നെ RCയുടെ കോപ്പി കൊണ്ടുവരണം. ഇൻഷുറൻസിൻ്റെ കോപ്പിയും കൂടെ കൊണ്ടുവരിക, കാണിക്കുക, പാക്ക് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുകയല്ല, വിടാൻ വേണ്ടിയിട്ടാണ്. സേഫ് എക്സ്പ്രസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ പാക്കേജിങ് ഹെൽമെറ്റും കൂടെ ഇതിൻ്റെ കൂടെ വിടാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ഫോം കൊടുക്കണം. അതായത് നമ്മൾ ഫ്രണ്ട് അഡ്രസ്സ് കൊടുക്കുക, നമ്മൾ എന്നുള്ളത് നമ്മൾ പേര് തന്നെ കൊടുക്കുക. പിന്നെ പോകണോ ആണോ? ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലറേഷൻ ഫോം കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റെസിപ്റ്റ് കിട്ടും. ഇതിൽ നമ്മൾ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഈ QR കോഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. സെറ്റപ്പാണ്. അപ്പോൾ ശരത്ത് തന്നെ മെട്രോയുടെ അടിയിലായിട്ട് വിടുന്നതാണ് പറയുന്നത്. ഞങ്ങൾ പോവുകയാണ്. ബാക്കി നമുക്ക് മണാലിയിൽ വെച്ച് കാണാം.